ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആഹ്ലാദത്തിലാണ് അവിടുത്തെ ഓരോ പ്രവർത്തകരും തന്നെയുള്ളത്. ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ജീവനുള്ള നാൾ വരെ നടിയടുക്കും നിലമ്പൂരിൽ നടിയടുക്കും ഐക്യമുന്നണി നടിയടുക്കും ഐക്യമുന്നണി നടിയടുക്കും പ്രകാശ നേതാവേ പ്രകാശ നേതാവേ കണ്ടൊരു സ്വപ്നത്തെ കണ്ടൊരു സ്വപ്നത്തെ നിങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കോ നിങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കോ ഓണക്കാട്ടെ പട്ടാളോ കോൺഗ്രസിന്റെ പോരാളികളോ ഒന്നിച്ചൊന്നായി മുന്നോട്ട് ആര്യാടൻ സിന്ദാബാദ് ഈ മണ്ണ് ചുവക്കില്ല മുതിർന്ന കൊടി ഹരിത പതാക ഈ മണ്ണിൽ ഉയർന്നു പറക്കോ ഈ മണ്ണിൽ ഉയർന്നു പറക്കോ ഐക്യമുന്നണിയുടെ ഒരുക്കുകോട്ട ഐക്യമുന്നണിയുടെ ഒരുക്കുകോട്ട ഈ കോട്ട ഞങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഷൗക്കത്തായിരിക്കും സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞത് മുതൽ പ്രവർത്തകരുടെ വലിയ ഒഴുക്കുണ്ടായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടുകൂടി ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഓരോ പ്രവർത്തകരും. രാഹുൽ KV അവിടെ നിന്നും ചേരുന്നുണ്ട്. രാഹുൽ, കേൾക്കാമെങ്കിൽ വലിയ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. ഇനി ജയം അത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. നിലമ്പൂർ തിരിച്ചു പിടിക്കണം. UDF-നെ സംബന്ധിച്ച് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിന്റെ ക്യാമ്പിനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടമാണ്. അത് തീർച്ചയായും രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് പ്രവർത്തകരാണ്, പ്രാദേശിക നേതാക്കളാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. ആ പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ വലിയ സന്തോഷം മുദ്രാവാക്യം വിളികളുമായാണ് പ്രവർത്തകർ ഏതായാലും AICCയുടെ തീരുമാനത്തെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നതാണ്. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ഏതായാലും വീട്ടിലില്ല. അല്പസമയത്തിനകം അദ്ദേഹം വീട്ടിലേക്ക് എത്തും, പ്രവർത്തകരുമായി സന്തോഷം പങ്കിടും. ഏതായാലും ഔദ്യോഗിക തീരുമാനം വന്നിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി. നിങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? നിലമ്പൂരിൽ വലിയ ജനങ്ങൾ ഒന്നിച്ചേറ്റെടുത്തിക്കാൻ UDF പ്രവർത്തകരല്ല, നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നിച്ച് ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കും. മറ്റ് തടസ്സങ്ങളും ഒന്നും UDF പ്രവർത്തകർ ഒരിക്കലും ബാധിക്കില്ല. UDF ശക്തമായി ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നോട്ട് പോകും. നല്ല ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അതിനുള്ള പ്രവർത്തന നീക്കങ്ങൾ ഞങ്ങൾ കാലക്കൂട്ടി തന്നെ മുൻകൂട്ടി നടത്തി കഴിഞ്ഞു. ഇനിയും ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നാണ് പറയുവാനുള്ളത്. പ്രഖ്യാപനം വരട്ടെ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പ്രഖ്യാപനം വന്നു. നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രഖ്യാപനം വരട്ടെ എന്ന് പറഞ്ഞു. പ്രഖ്യാപനം വന്നു. ഞങ്ങൾ വളരെയധികം ആവേശത്തിലാണ്. നിലമ്പൂർ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി അടയത്തിൽ ഞങ്ങൾ വിജയിപ്പിച്ച് നിലമ്പൂരിന്റെ MLA ആക്കി ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് അങ്ങ് നിയമസഭയിലേക്ക് ഞങ്ങൾ പറഞ്ഞുവിടുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഭൂരിപക്ഷം നിലമ്പൂർ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ആയിക്കൊണ്ട് നിയമസഭയിലേക്ക് പോകും. വിജയന്റെ തുടർഭരണത്തിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത്. അത്രയും ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സമസ്ത മേഖലയും അരാജകത്വമാണ് കേരളത്തിൽ. ആ അരാജകത്തിനുള്ള തിരിച്ചടിയായിരിക്കും. ചോദിക്കേണ്ടതാണ്, ഈ UDF പ്രസ്ഥാനമായി ഒന്നിച്ച് മുന്നോട്ട് പോകും. അതിലൊരു തടസ്സം ഉണ്ടാവാൻ പറ്റില്ല. ചാനലുകൾ ഉണ്ടാക്കുന്ന ഒരു തടസ്സമേ ഉള്ളൂ, അല്ലാതെ ഒരു തടസ്സം
അനുഭവത്തെ സംബന്ധിച്ചോളം ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ഈ വിജയം ഇന്ന് ഇവിടെ പ്രഖ്യാപിച്ചത് ഈ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഇതിനു മുമ്പ് വരെ പ്രഖ്യാപനം കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ UDF-ന്റെ പ്രവർത്തകർ ആത്മവിശ്വാസത്തിലാണ്. ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് നിയമസഭയിലേക്ക് അയക്കുമെന്ന് നിലമ്പൂരിലെ UDF-ന്റെ നേതാക്കന്മാരും UDF-ന്റെ പ്രവർത്തകരും ഒറ്റ ഉച്ചത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇനിയുള്ള നാളുകൾ ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യത്തിനും അതുപോലെ തന്നെ അവരുടെ പാവപ്പെട്ടവരെയും കൃഷിക്കാരെയും അടിച്ചമർത്തിക്കൊണ്ട് എല്ലാ കാര്യത്തിലും നികുതി ചുമത്തിക്കൊണ്ട് ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസത്തിലേക്കാക്കിയ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഇവിടുത്തെ 9 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് UDF നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്.